ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. വളരെ പ്രധാനപ്പെട്ട ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എക്കണോമിക്സിൽ പിള്ളേരെ ഏറ്റവും കൂടുതൽ വരുത്തുന്ന ഒരു 8 മിസ്റ്റേക്സ് ആണ്. ഈ 8 മിസ്റ്റേക്കുകൾ നിങ്ങളൊന്ന് തിരുത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നിസ്സാരമെന്ന് കരുതുന്നതും എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഡയഗ്രംസ് വരയ്ക്കാത്തത്. ഓക്കെ, കൃത്യമായിട്ട് ഡയഗ്രംസ് വരയ്ക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, അതിൽ എക്സസ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സസ് സപ്ലൈ, അമിത ചോദനം എന്താണ്, അമിത സപ്ലൈ എന്താണ് എന്നേ ചോദിക്കുന്നുണ്ടാകുള്ളൂ. പക്ഷെ അത് നമുക്ക് എന്തില്ല, കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. PPCയുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ MOC വരയ്ക്കാൻ പറയുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കണം കേട്ടോ. അത് ഒരിക്കലും മറക്കരുത്. അത് ഗ്രാഫ് നമ്മൾ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും കാണിച്ച് വരച്ചു വെച്ചാൽ പോരാ, അത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കണം. അതിൻ്റെ എക്സ് ആക്സിസിൽ എന്താണ് ഉള്ളത്, വൈ ആക്സിസിൽ എന്താണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ വേണം. അതില്ലെങ്കിൽ തെറ്റി, ഗ്രാഫ് ആകെ തെറ്റിപ്പോയി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഐഡിയാസ് ലേബലിങ് കൃത്യമായിട്ട് നമ്മൾ നടത്തണം. മൂന്നാമത്തേതാണ് ലോങ് അൺനെസറി ആൻസേഴ്സ് ഒന്നും ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് എഴുതി വെക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യത്തിനേക്കാട്ടിലും 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നേ. പക്ഷെ അതിലേക്ക് നിങ്ങൾ എന്തുമാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരുപാട് അങ്ങോട്ട് വലിച്ചു വാരി എഴുതി മാർക്ക് കളയരുത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനൊക്കെയാണ് കറക്റ്റ് ടു ദ പോയിന്റ് എഴുതിയാൽ മതി. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സൊക്കെ കറക്റ്റ്, നിസ്സംഗത വക്രത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ കറക്റ്റ് ടു ദ പോയിന്റ് എഴുതിയാൽ മതി. സോ അൺനെസസറി ആയിട്ട് എഴുതി സമയം കളയരുത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിൽ കീ വേർഡ്സ് ഉണ്ടാകും. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ളത് കിട്ടാത്തവർ മലയാളത്തിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. മലയാളത്തിൽ പഠിക്കുന്നത് കൊണ്ടോ മലയാളത്തിൽ എഴുതുന്നത് കൊണ്ടോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അച്ചടി ഭാഷയിലായിരിക്കണം എഴുതേണ്ടത്. ബുക്കിലുള്ളതുപോലെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്നുണ്ട്. ആ പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡിൽ അതിൽ പറയുന്നുണ്ട് ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അതിൽ കീ വേർഡ്സ് ആണ്. അപ്പോൾ ആ കീ വേർഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മിസ്സാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഹെഡിങ്സും പോയിന്റ്സും കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം. എപ്പോഴും പിള്ളേർക്ക് മടിയാണ്. കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, പോയിന്റ് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടോ, പകുതി പോയിന്റ് എഴുതിയാൽ മാർക്ക് കിട്ടോ. മക്കളെ, മാർക്ക് വേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ടീച്ചറുടെ ആവശ്യമല്ല നമുക്ക് തരേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഹെഡിങ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. നമ്മുടെ നോട്ടിൽ, നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ ഹെഡിങ്ങോട് കൂടിയിട്ടാണ് പഠിച്ചതെങ്കിൽ ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. എപ്പോഴാണ് ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ വേണ്ടാത്തതെന്ന് വെച്ചാൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ 1 മാർക്കിൻ്റെ ചോദ്യത്തിലോ വേണ്ട. അല്ലാത്ത ബാക്കി എല്ലാത്തിലും ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ വേണം. ആദ്യം ഹെഡിങ്സ് എല്ലാം സൈറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ ഹെഡിങ് എടുക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അടുത്തത് പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യും. പ്രോബ്ലം പഠിച്ചിട്ടില്ല, തിയറി കൂടുതൽ പഠിച്ചേക്കുന്നത്, തിയറി എഴുതി മാർക്ക് സ്കോർ ചെയ്യാമെന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യും, പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ തന്നെ എന്താണ്, ഒരുപാട് മാർക്ക് അവിടെ പോകും. കാരണം തിയറിയിൽ പെർഫെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. 8 മാർക്കിൻ്റെ തിയറി പെർഫെക്ഷൻ ഇല്ലെങ്കിൽ 5 മാർക്കൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അതേസമയം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ TC, TFC, TSC അതൊക്കെയാണ് 8 മാർക്കിലേക്ക് വരാവുന്ന പ്രോബ്ലം. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയി 8 മാർക്ക് അവിടെ കിട്ടി. പിന്നെ 3 മാർക്കിന് 4 മാർക്കിന് കുഞ്ഞു കുറേ മൾട്ടിപ്ലയർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇനിയും എക്കണോമിക്സിന് ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുപോലും മിസ്സാവാതിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് മാക്സിമം, അക്കൗണ്ടൻസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലൊക്കെ പ്രോബ്ലംസ് മാക്സിമം ചെയ്യാൻ നോക്കാം. അവിടെ നമ്മുടെ മാർക്ക് ഗ്യാരണ്ടീഡാണ്. ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. ടൈം മാനേജ് ചെയ്യാനുള്ള ഒറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാമെന്നുള്ളതാണ്. അതായത് ലോങ് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏറ്റവും ലാസ്റ്റ് എഴുതുക. ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അതിന് വേറൊരു ട്രിക്കൊന്നുമില്ല. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് പോയില്ല. മോഡലിന് ആ ക്വസ്റ്റ്യൻ വന്നതല്ലേ, അപ്പോൾ ഇനി വരില്ലല്ലോ. കഴിഞ്ഞ ക്രിസ്മസിന് ആ ക്വസ്റ്റ്യൻ വന്നതല്ലേ, അപ്പോൾ ഇനി വരുമോ. ഇതൊക്കെ ഒരൊറ്റൊരു ക്വസ്റ്റ്യൻ പൂളിൽ നിന്ന് എടുക്കുന്നേ.
ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇത് പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് വീട്ടിലിരുന്ന് സോൾവ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കിൽ നമുക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഒരു 8 കാര്യങ്ങൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എക്കണോമിക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്